നമസ്കാരം സുഹൃത്തുക്കളെ. ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം ഇപ്പോൾ ഇന്ത്യയിൽ ഓപ്പറേഷൻ തരൂരാണ്. കോൺഗ്രസ് പാർട്ടിക്കും പാകിസ്ഥാനും ഒരേ ഭാഷയാണ്, രണ്ടുപേരും ഒരുപോലെ എതിർക്കുന്നു ഓപ്പറേഷൻ സിന്ദൂരിനെയും ഓപ്പറേഷൻ തരൂരിനെയും. എന്താണ് ഈ തരൂര് വ്യത്യസ്തമായി ചെയ്തത്? അല്ലെങ്കിൽ ഇത്രയും ഒരു തരൂർ നമുക്ക് എല്ലാവർക്കും അറിയാം, ഇന്റലക്ച്വൽ പ്രിസൈസ് ആണ്, വളരെ ക്ലിയർ ഇൻഫർമേഷൻസ് കൊടുക്കുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹം ഒരു ഓപ്പർച്യൂണിസ്റ്റിക് ഒന്നുമല്ല. അദ്ദേഹം ഇവിടെ അമേരിക്കയിൽ അണ്ടർ സെക്രട്ടറി ജനറൽ ആയിരുന്നു, UN-ൽ. അദ്ദേഹം അത് വലിച്ചെറിഞ്ഞ് ഇന്ത്യയിൽ വന്നു. അങ്ങനെ ഇന്ത്യയിൽ പക്ഷെ അദ്ദേഹം ചേർന്ന പാർട്ടി അദ്ദേഹം അല്പം മാറിപ്പോയി. അതൊരു കപട രാഷ്ട്രീയം ഒരുപാട് മുന്നോട്ട് പോകുന്ന രാഷ്ട്രീയ പാർട്ടിയാണ് കോൺഗ്രസ്. അദ്ദേഹം ചേർന്നു, പക്ഷെ അദ്ദേഹം ആ ഒരു പ്രത്യയശാസ്ത്രമായി കൊണ്ട് മുന്നോട്ട് പോകുന്നു. എന്ന് കയറി അദ്ദേഹം കോൺഗ്രസ് പാർട്ടിയുടെ എല്ലാ നയങ്ങൾക്കും അദ്ദേഹം മൂടുന്ന ഒരു മരവാളിയല്ല. ഹി ഹാസ് ഓൺ സ്റ്റാൻഡ് പല കാര്യങ്ങളും. ഓക്കെ, നമ്മൾ വീഡിയോയിൽ പറയാൻ പോകുന്നത് എന്താണ് വ്യത്യസ്തമായ തരൂര് ചെയ്ത് കഴിഞ്ഞൊരു മെയ് 7 ശേഷം. ഓക്കെ, മറ്റുള്ളവരിൽ നിന്ന് എന്തുകൊണ്ടാണ് ഡെലിഗേഷന്റെ ആവശ്യം വരാൻ പോകുന്നത്? മൂന്നാമത് പറയുന്നത് കോൺഗ്രസ് പാർട്ടിയുടെ ഈ പറയുന്ന നിലവിളി ശബ്ദം എന്തുകൊണ്ട് പാർട്ടിയുടെ അകത്തുനിന്ന് വരുന്നു, ഇത്രയും വലിയൊരു ശബ്ദം. ആദ്യമേ കിടക്കട്ടെ, എന്താണ് അദ്ദേഹം ഒരു വ്യത്യസ്തമായി ചെയ്തത്? ഈ മെയ് 7 ഈ സിന്ദൂറിന് ശേഷമുണ്ടായ ഇപ്പൊ സംഭവവികാസങ്ങളിൽ ഇന്ത്യനെ റെപ്രസെന്റ് ചെയ്ത് അദ്ദേഹം സ്വയം മുന്നോട്ട് വരികയായിരുന്നു ദേശീയ അന്തർദേശീയ മാധ്യമങ്ങളിൽ ഇന്റർവ്യൂ എടുക്കാനായിട്ട്. ഓസ്ട്രേലിയൻ മാധ്യമമായാലും മിഡിൽ ഈസ്റ്റ് ആയാലും വെസ്റ്റേൺ മീഡിയസ് ആയാലും അദ്ദേഹം മുന്നോട്ട് വന്നു. ക്ലിയർ ക്രിസ്പ് ഇൻഫർമേഷൻസ് ആണ്, അതായത് കട്ട് ടു കട്ട്, ചോദ്യങ്ങൾ വളച്ചൊടിക്കുന്ന പരിപാടിയല്ല. അതായത് അദ്ദേഹത്തെ ചോദ്യം എന്ന് പറയുന്നത് എന്തിനായിരുന്നു ഓപ്പറേഷൻ സിന്ദൂരിന്റെ ആവശ്യം? വളരെ ബേസിക് ചോദ്യം. അദ്ദേഹം പറയുന്നത് ഡിഫെൻസീവ് ആക്ഷൻ, റിറ്റാലിയേഷൻ ആണ്. അതായത് പാകിസ്ഥാനിലുള്ള തീവ്രവാദികൾക്ക് ട്രെയിനിങ് കൊടുക്കുന്നു, ഫണ്ട് കൊടുക്കുന്നു, അതിർത്തി കടത്തി വിടുന്നു. ഇന്ത്യയിൽ പോകുന്ന സഹോദരിമാരെ സിന്ദൂരം മായ്ച്ച് കടന്നു പോകുന്ന ഭീകരവാദികൾക്ക് ഇന്ത്യ കൊടുക്കുന്ന മറുപടിയാണ് ഓപ്പറേഷൻ സിന്ദൂർ. അദ്ദേഹം പറഞ്ഞത് ഇതൊരു അവസ്ഥയിലേക്ക് ഇന്ത്യനെ എത്തിക്കുകയായിരുന്നു. ഒരിക്കലും ഇന്ത്യ ഈ പറയുന്ന റിറ്റാലിയേഷൻ, ഈ പറയുന്ന യുദ്ധത്തിലേക്ക് ഇന്ത്യനെ എത്തിക്കുകയായിരുന്നു. അത് വളരെ വ്യക്തമാക്കി അദ്ദേഹം ഈ പറഞ്ഞ ചാനൽസിൽ പറഞ്ഞു മനസ്സിലാക്കി. കാരണം ലോകം മുഴുവൻ ഒരു ചിന്താഗതി പരക്കുകയാണ്, ക്യാമ്പയിനിങ്. അതായത് ഇന്ത്യയാണ് ഇത് സ്റ്റാർട്ട് ചെയ്തത്, അല്ലെങ്കിൽ യുദ്ധം ഇന്ത്യ ആരംഭിച്ചിരിക്കുന്നു. ലക്ഷക്കണക്കിന് അല്ലെങ്കിൽ ആയിരക്കണക്കിന് നിരപരാധികളെ പാകിസ്ഥാനിൽ ഇന്ത്യ കൊന്നൊടുക്കിയിരിക്കുന്നു. കുട്ടികളെ ടാർഗറ്റ് ചെയ്യുന്നു, സ്ത്രീകളെ ടാർഗറ്റ് ചെയ്യുന്നു. അദ്ദേഹം പറയുന്ന വളരെ വ്യക്തമായിട്ട് ഈ പറയുന്ന മുരൂദ് എന്നൊക്കെ പറഞ്ഞ ഏരിയാസ്, ലക്ഷറി തോയ്ബ, പിന്നെ ജെയ്ഷെ മുഹമ്മദിന്റെയൊക്കെ താവളമാണ്. അദ്ദേഹം പറയുന്നത് ഇന്ത്യയുടെ പ്രിസൈസ് അറ്റാക്കാണ്, ക്രിസ്പ് ആൻഡ് ക്ലിയർ. അതായത് ജനവാസ മേഖല ഒഴിവാക്കി രാത്രിയിൽ ഇന്ത്യ ടാർഗറ്റ് ചെയ്യാൻ മെയിൻ കാരണം ഇതുകൊണ്ടാണ്. അപ്പൊ ഇവിടെ ടാർഗറ്റ് ചെയ്യുമ്പോൾ ഏതെങ്കിലും കുട്ടികളോ അല്ലെങ്കിൽ സ്ത്രീകൾക്കോ പരിക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ അവർ ഈ പറയുന്ന തീവ്രവാദികളുടെ കുടുംബവുമായി ബന്ധപ്പെട്ട ആരെങ്കിലും ആയിരിക്കാം, അതുകൊണ്ടായിരിക്കാം അവർക്കൂടെ. അദ്ദേഹം പറഞ്ഞു ഈ പറഞ്ഞവർക്ക് രാത്രി അവിടെ എന്താണ് ജോലി? ഇതൊരു ക്ലിയർ കട്ട് മീഡിയ. അതായത് ഒക്ടോബർ 7 ഇസ്രായേൽ ആക്രമണത്തിന് ശേഷം നമ്മളെല്ലാം കണ്ടതാണ്. ഇസ്രായേലിലാണ് പരിക്ക് പറ്റിയത്. ഇസ്രായേലിൽ പോയി ഇസ്രായേലികളെ കൊന്ന ശേഷം അവർ തിരിച്ചടിക്കാൻ പോയപ്പോൾ ഐസ് ഓൺ റഫ എന്നൊക്കെ പറഞ്ഞ് ഇന്ത്യയിലും കേരളത്തിലൊക്കെ ഒരുപാട് ആൾക്കാർ മുന്നോട്ട് പോകുന്നു. അവരൊക്കെ അവിടെ പോയെന്ന് എനിക്കറിയില്ല. അപ്പോൾ ആ ഒരു ക്യാമ്പയിനിങ് തുടക്കം ആരംഭിക്കുകയായിരുന്നു മീഡിയാസിലും. ഈ പറയുന്ന ഒരു പ്രത്യേക രാജ്യത്തിന്റെ ഫണ്ട് കിട്ടുന്ന മീഡിയാസ് ഒരുപാടുണ്ട്. BBC ആയാലും അൽ ജസീറ ആയാലും ഈ പ്രത്യേക മിഡിൽ ഈസ്റ്റ് രാജ്യത്തിന്റെ പേറോളുള്ള രാജ്യങ്ങളാണ്. അപ്പൊ അവരുടെ അവതാരകന്മാരും വിഷയത്തിലേക്ക് കടക്കുകയാണ്, ഇന്ത്യ എന്തുകൊണ്ട് കുട്ടികളെ ആക്രമിച്ചു. അപ്പൊ അദ്ദേഹത്തെ തടയിടാൻ വേണ്ടി ഈസ് ബെസ്റ്റ് മാൻ ആരാണ്? തരൂർ മാത്രമാണ്. അദ്ദേഹം വളച്ചൊടിച്ച് അത് ഇല്ലാതാക്കി വെച്ചു. അദ്ദേഹം പറഞ്ഞു ഇതൊരു ഇന്ത്യ എല്ലാവിധ ഡിപ്ലോമസി ആയാലും, കാരണം അദ്ദേഹം പറഞ്ഞു 10 ആക്രമണത്തിന് ശേഷം നരേന്ദ്രമോദിജി പാകിസ്ഥാൻ ഇന്റലിജൻസ് ഡയറക്റ്റ്ലി വിളിച്ചു, നമുക്ക് ഒരുമിച്ച് ഒരു ജോയിന്റ് ഓപ്പറേഷൻ അല്ലെങ്കിൽ അന്വേഷണം നടത്താം, ആരാണ് 10 പുറകിൽ എന്നുള്ളത്. എന്നിട്ട് പോലും പാകിസ്ഥാൻ അന്വേഷണം നടത്തിയ ശേഷം പാകിസ്ഥാൻ പറയുന്നത് ഇന്ത്യയാണ് ഇത് ആസൂത്രണം ചെയ്യുന്നത്. അപ്പം അദ്ദേഹം പറയുന്നു ഞാൻ ഡിപ്ലോമസി എന്നുള്ളത് അവസാനിച്ചു കഴിഞ്ഞിരിക്കുന്നു. കാരണം മുംബൈ 2008 മുംബൈ, പിന്നെ 10 പുൽവാമ, ഇപ്പോൾ നമ്മുടെ ഫെൽഗാം, ഇതിനെല്ലാം ഇന്ത്യയുടെ എന്താ പറയുക, ഇന്ത്യൻ എന്ത് ചെയ്യണം? എല്ലാവിധ അവസരങ്ങളും ഇന്ത്യ, എല്ലാ ഓപ്ഷൻസും അവസാനിച്ച ശേഷമാണ് ഇന്ത്യ യുദ്ധം അല്ലെങ്കിൽ ഇന്ത്യയുടെ പ്രിസൈസ് ടാർഗറ്റ്. യുദ്ധത്തിലേക്ക് ഇന്ത്യ ഒരിക്കലും പോയില്ല. അദ്ദേഹം പറയുന്നത് വി വെന്റ് അറ്റാക്ക്, ഈ പറയുന്ന ടെറർ ഹബ്ബ് തിരിച്ചു വന്നു. പാകിസ്ഥാൻ ഇന്ത്യ ഡ്രാഗ് ചെയ്ത് ഇതൊക്കെ പറഞ്ഞ് മനസ്സിലാക്കണമെങ്കിൽ അദ്ദേഹത്തെ പോലെ എത്രയും വാഗ്മിക്ക് സാധിക്കും. സോ ഹി വാസ് ഏബിൾ ടു അച്ചീവ് ഇറ്റ്. നമ്മൾ അദ്ദേഹത്തെ അതിനെ അപ്രിഷിയേറ്റ് ചെയ്തേ പറ്റൂ. ഈ ടൈം അപ്പ്, ഈ ഒരു പ്രത്യേക അവസരത്തിൽ അദ്ദേഹം ഉയർന്നു വന്നിരിക്കുകയാണ് അവസരത്തിന്. പിന്നെ അദ്ദേഹം പറഞ്ഞ സംഭവം എന്ന് പറയുന്നത് കുറച്ച് കാര്യങ്ങളൊക്കെ കടന്നിരിക്കുന്നത്. ഇനി സംസാരിക്കാൻ പോകുന്ന വിഷയം എന്തുകൊണ്ടാണ് ഈ പറയുന്ന ഡെലിഗേഷന്റെ ആവശ്യം, ഇവരെന്താണ് ചെയ്യാൻ പോകുന്നത്? ഈ പറയുന്ന 7 or 8 പേര് ഡെലിഗേഷൻ ട്രാവലർ എന്ന വേൾഡ്, ഞാൻ പറഞ്ഞില്ല ഇന്ത്യ ഈ പറഞ്ഞ വിഷയത്തെ
ഈ ഒരു പാകിസ്ഥാൻ ആഗ്രഹം എന്ന് പറയുന്ന കാശ്മീരിനെ സെൻട്രൽ സ്റ്റേറ്റിലേക്ക് എത്തിക്കുക, ഡിപ്ലോമസിക്ക് ഇന്ത്യ അമേരിക്കയോ അല്ലെങ്കിൽ പറയുന്ന തുർക്കിയോ ഇങ്ങനെ ആരെങ്കിലേക്ക് എത്തിച്ചു കഴിഞ്ഞാൽ പാകിസ്ഥാൻ വിജയിച്ചു. ഇനി അതാണ് നടക്കാൻ പോകുന്നത്. ദേ വിൽ ബി ഗെറ്റിംഗ് ഓൾ ദീസ്, അമേരിക്ക വരും, അല്ലെങ്കിൽ ഇതൊരു വിഷയമായി മാറും ഇന്റർനാഷണൽ സ്റ്റേജിൽ. എന്ത് വന്നാലും ഇന്ത്യയെ പറ്റി എന്ത് വന്നാലും യെസ്, കാശ്മീരിൽ ഇന്ത്യ ആക്രമിച്ചു, അത് തർക്ക വിഷയമാക്കി അവിടെ നിർത്തി അതിനെ മുന്നോട്ട് കൊണ്ടുവരാൻ പാകിസ്ഥാന്റെ ശ്രമത്തെ തടയിടണമെങ്കിൽ ഇന്ത്യ നീഡ് ടു പോയിന്റ് ഔട്ട് ദാറ്റ് ഇതൊരു തർക്ക വിഷയമേ അല്ല. ഇന്ത്യയുടെ എല്ലാ അവസരങ്ങളും ഇന്ത്യയാണ് ഇതിൽ സഫർ ചെയ്തിരിക്കുന്നത്. ഇന്ത്യ ലോസ്റ്റ് എവറിത്തിങ്. അപ്പൊ ഈ ഒരു കമ്മിറ്റിയുടെ അല്ലെങ്കിൽ ഇവരുടെ ലക്ഷ്യം ഇതാണ്. അതായത് ലോകത്ത് മുഴുവൻ പറയുക, ഇറ്റ് ഈസ് ഇന്റേണൽ മാറ്റർ, ഇന്ത്യക്ക് തീർക്കാൻ പറ്റും, പാകിസ്ഥാൻ അവരുടെ ടെറർ അവസാനിപ്പിച്ചേ പറ്റൂ. അദ്ദേഹം പറയുന്നുണ്ട് വ്യക്തമായിട്ട്, അത് പാകിസ്ഥാൻ ഈസ് എ മാസ്റ്റർ ഓഫ് ഡിനയൽ എന്ന് പറയുന്നത്. കാരണം അവതാരകൻ അദ്ദേഹം പറഞ്ഞിരിക്കുന്നു, ഒസാമ ബിൻ ലാദൻ പാകിസ്ഥാനിൽ ഒളിച്ചിരുന്നിട്ട് വർഷങ്ങളോളം അമേരിക്ക പറ്റിച്ചവരാണ്. സോ നാളെ എന്തുണ്ടായാൽ പോലും ഇന്ത്യയിൽ പാകിസ്ഥാൻ വിൽ ബി ഡിനൈ, ഞങ്ങൾക്ക് ഒരു പങ്കുമില്ല, ഞങ്ങളുടെ കരങ്ങൾ വളരെ ശുദ്ധമാണ് എന്നുള്ള അദ്ദേഹം പറഞ്ഞു വരുത്തും. ഇത് തടയിടലാണ് ഈ പറഞ്ഞ കമ്മിറ്റി. ദേ വിൽ ബി കമ്മിറ്റി അമേരിക്ക, UN ഇപ്പോൾ സെക്യൂരിറ്റി കൗൺസിൽ സംസാരിക്കും. സോ ബെസ്റ്റ് ഈ സമയത്ത് തരൂരാണ്, അദ്ദേഹത്തെ നമ്മൾ സപ്പോർട്ട് ചെയ്യണം. കോൺഗ്രസ് പാർട്ടിയുടെ തലവേര എന്ന് പറയുന്നത്, കോൺഗ്രസ് പാർട്ടി ഇതിൽ നിന്ന് കലക്കവെള്ളത്തിൽ മീൻ പിടിക്കുന്ന സ്വഭാവമാണ്. കാരണം അദ്ദേഹത്തിന് വേറൊരു പാരലായിട്ട് ഒരു നേതാവ് ഉയർന്നു വരുന്നത് രാഹുൽ ഗാന്ധിയുടെ കൂട്ടർക്കും താല്പര്യമില്ല. അതാണ് പ്രശ്നം എന്ന് പറയുന്നത്. കാരണം ഈ നാളെ തരൂരിന് ഈ പാർട്ടിക്കകത്തുണ്ടാകാൻ പോകുന്ന ഈ ജനപ്രീതി കൂടുകയാണ്. കാരണം നാളെ അദ്ദേഹം മത്സരിച്ചു തോറ്റു, അത്യാവശ്യം നല്ല വോട്ട് കിട്ടി, കേരളത്തിൽ അദ്ദേഹം ഒരു വലിയ നേതാവാണ്, MP ആണ്. അദ്ദേഹത്തെ ഈ പറയുന്ന സെൻട്രൽ സ്റ്റേറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇപ്പോഴുള്ള ഇപ്പോഴത്തെ ഒരു ഭരണ നേതൃത്വം, രാഹുൽ ഗാന്ധി പിന്നെ എന്തോ ഗാർഗെ കൂട്ടരോ അങ്ങാടി, ആ അങ്ങാടിയുടെ അവരുടെ ഒരു കഴിവില്ലായ്മയെ പുറത്തു കൊണ്ടുവരും. തരൂർ സെൻട്രൽ സ്റ്റേറ്റിലേക്ക് വരുന്നത് ഒഴിവാക്കാൻ വേണ്ടി, അതായത് രാജ്യത്തോട് അല്പമെങ്കിലും സ്നേഹമുണ്ടെങ്കിൽ ഈ പറയുന്ന പപ്പു, താങ്കൾ ഈ അവസരത്തിൽ രാഹുൽ ഗാന്ധി ഈ പറയുന്ന തരൂരിനെ സപ്പോർട്ട് ചെയ്യില്ല. തരൂർ, താങ്കളാണ് ഇന്ത്യ ഈ സമയത്ത് റെപ്രസെന്റ് ചെയ്യാൻ ബെസ്റ്റ്, താങ്കൾ പോകുമെന്ന് പറഞ്ഞ കൈ പിടിച്ച് കയറ്റിവിടണമായിരുന്നു ആ പറഞ്ഞ പയ്യൻ. ഇവൻ ഇന്ത്യക്ക് ഒരു ശാപമാണ് സുഹൃത്തുക്കളെ, ഈ പറഞ്ഞ രാഹുൽ ഗാന്ധി. എത്രയും പെട്ടെന്ന് ഒരു ആളുകൾ ഏർപ്പെടുത്തി ഇവനെ ഇന്ത്യയിൽ നിന്ന് ഓടിക്കണം എന്നെ അഭിപ്രായം. കാരണം ഇവനെ വെച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഇന്ത്യക്ക് ഒരു തരത്തിലുള്ള ഉപകാരമില്ല. അദ്ദേഹത്തിന്റെ പാകിസ്ഥാന്റെ ഭാഷ ഒന്നാണ്. കാരണം അദ്ദേഹം ഈ ശശി തരൂർ വന്നു കഴിഞ്ഞാൽ പാകിസ്ഥാന്റെ ആർഗ്യുമെന്റ്സ് എല്ലാം ഇല്ലാതായി പോകും. എവിടെ വേണമെങ്കിലും പോയി അദ്ദേഹം പ്രസംഗിക്കും. UN പിന്നെ യൂറോപ്പിലായാലും അദ്ദേഹത്തിന് മുകളിൽ പിടിച്ചു നിൽക്കാൻ പാകിസ്ഥാൻ മീഡിയാസിനോ ഈ ഫണ്ടഡ് മീഡിയാസിനോ സാധിക്കില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ എന്ത് വില കൊടുത്തും രാഹുൽ ഗാന്ധിയെ നമുക്ക് ഇല്ലാതാക്കണം ഇന്ത്യയിൽ നിന്ന്.